സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് എറണാകുളം കുണ്ടന്നൂരിൽ ഇന്ന് രാവിലെ ഏറെ ആശങ്കപ്പെടുത്തിയ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഒരു കുണ്ടന്നൂരിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ച സംഭവം. തേവര SH സ്കൂളിലെ ബസ്സാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. അപകട സമയത്ത് ബസ്സിൽ കുട്ടികൾ ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. കുണ്ടന്നൂർ പാലത്തിന് സമീപം ഇന്ന് രാവിലെ 8:45 സംഭവം. അഗ്നിശമന സേനയെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. തീപിടിക്കാനുള്ള കാരണം എന്തെന്ന് വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. സംഭവ സ്ഥലത്തു നിന്നും നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, രാവിലെ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ഏറെ ആശങ്കയോടെയാണ് നമ്മൾ കേട്ടത്. കാരണം ഈ വാഹനത്തിൽ കുട്ടികൾ ഉണ്ടായിരുന്നോ, അത്തരം പല ആശങ്കകളും തുടക്കത്തിൽ പുറത്തു വന്നിരുന്നു. പക്ഷേ വലിയ ഒരു ദുരന്തം ഒഴിവായത് അപകട സമയത്ത് ബസ്സിൽ കുട്ടികൾ ഇല്ലായിരുന്നു എന്നത് തന്നെയാണ്. പക്ഷേ നമ്മളിത് പരിശോധിക്കേണ്ടത് എന്താണ് ഈ അപകടത്തിന് കാരണമെന്ന് പരിശോധിക്കണം. ഇനി കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും അവർക്കുണ്ടാകുന്നൊരു അവരെ ബസ്സിൽ നിന്ന് ഇറക്കാൻ കഴിയും. പക്ഷെ ഇതിൻ്റെ ഒരു മാനസിക ആഘാതത്തിൽ നിന്നും അവർ മുക്തരാകുക എന്നൊക്കെ പറയുമ്പോൾ വലിയ താമസമെടുക്കും. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം ആണ് ഈ ദുരന്തം ഒഴിവായത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? തീ പിടിക്കാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ നവമി? ഞാനിപ്പോൾ നിൽക്കുന്നത് തേവര കുണ്ടന്നൂർ പാലം തുടങ്ങുന്ന ഇടത്താണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഇന്ന് രാവിലെ 8:45 തീപിടിച്ച SH സ്കൂളിലെ ബസ്. ഈ കാണാം, പൂർണ്ണമായും ഈ ബസ് കത്തി നശിച്ചിരിക്കുകയാണ്. ഇതിന്റെ എല്ലാ പാർട്സും, ഉള്ളിലുള്ള സീറ്റ് ഉള്ള എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ തീ പിടിച്ച ഒരു അവസ്ഥയിലാണ്. പൂർണ്ണമായും ബസ് കത്തി നശിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയട്ടെ, ഈ കുട്ടികൾ ഇതിലുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സമാധാനം. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡ്രൈവറുടെ ഒരു പെട്ടെന്നുള്ള ഇടപെടൽ, അത് അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് ആദ്യത്തെ ട്രിപ്പ് ലേക്ക് ഷോറിന് സമീപത്താണ്. അവിടെ നിന്നാണ് ആദ്യത്തെ കുട്ടികളെ കയറ്റുന്നതിന് വേണ്ടി പോവുകയായിരുന്നു ഈ ബസ്. ഏകദേശം 8:45 കൂടിയാണ് ഈ പാലം ഇറങ്ങി വരുന്ന ഇടത്ത് വെച്ച് തന്നെ അസ്വാഭാവികമായി പുകയും തീയും വരുന്നത് കണ്ട ഡ്രൈവർ വേഗം തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങുകയും ഒപ്പം ഈ ആയ ഉണ്ടായിരുന്നു, ആയോടും ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നു. വേഗം ബസ് ഇവിടെ നിർത്തിയിട്ടതിന് ശേഷം ഈ ആളുകൾ അപ്പോഴത്തേക്കും ഈ തീ ആളിപ്പടരുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ അടുത്തുള്ളവരും നാട്ടുകാരും ഒക്കെ ഈ വഴിയെ പോകുന്നവരൊക്കെ കണ്ടു. അവർ എത്രയും വേഗം തന്നെ ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടി സമീപ പ്രദേശത്തുള്ള വീടുകളിൽ നിന്നൊക്കെ വെള്ളം എത്തിച്ചു. ആ സമയത്ത് തന്നെ ഒരു കുടിവെള്ളം ലോറി ഇവിടെ ഉണ്ടായിരുന്നു. ആ ലോറി ഇവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് വെള്ളം എത്തിച്ചാണ്, അതിൽ നിന്നുള്ള വെള്ളം എത്തിച്ച് ഈ ബസിന്റെ തീ അണയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും ആളിപ്പടരുന്നുണ്ടായിരുന്നു. ആ വെള്ളം മതിയായില്ല. പിന്നീട് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചു. അങ്ങനെയാണ് വലിയ ഒരു അപകടത്തിൽ നിന്നും ഈ ഡ്രൈവറും ഹായയും രക്ഷപ്പെട്ടത്. നമുക്കറിയാം, ഈ പെട്ടെന്ന് തീ പിടിക്കുമ്പോൾ ഇത് അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഈ വാഹനത്തിലുണ്ടായിരുന്നു. അത് വേഗമടിച്ച് ഡ്രൈവറിന്റെ പരമാവധി ആ ഡ്രൈവർ എങ്ങനെയൊക്കെ ഈ അപകടം ഒഴിവാക്കാമോ ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ തേവര പാലത്തിന്റെ വലിയ അപകടാവസ്ഥയിലാണ് ഈ കുണ്ടും കുഴിയും ഒക്കെ കാരണം. അതുകൊണ്ട് രാവിലെ വളരെ പതുക്കെ മാത്രമേ വാഹനങ്ങൾ ഇതിലേക്ക് കൂടി കടന്നു പോവുകയുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് വലിയൊരു അപകടം, ഈ തക്ക സമയത്ത് ഈ വാഹനം ഒതുക്കി ആ തീ അണച്ചതുകൊണ്ടാണ് മറ്റു വാഹനങ്ങൾക്കൊന്നും അപകടം അല്ലാത്ത രീതിയിൽ ഈ ഒരു വലിയ ഒരു ദുരന്തത്തെ ഒഴിവാക്കാൻ പറ്റിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾ ഉണ്ടായിരുന്നില്ല. കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ അവരെ വേഗം മാറ്റി നിർത്താമായിരിക്കും. പക്ഷേ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ആഘാതം, അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഇറങ്ങുന്ന സമയത്ത് തന്നെ ഈ വാഹനം പൂർണ്ണമായി കത്തുകയോ ആളിപ്പടരുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. എന്തായാലും വലിയൊരു ദുരന്തം, പ്രത്യേകിച്ച് ആ ഡ്രൈവറുടെ ഒരു സംയോജിതമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഡ്രൈവറുടെയും ആയയുടെയും ഒപ്പം ഇതിലെ കടന്നുപോയ മറ്റുള്ളവരുടെയും ജീവൻ രക്ഷിച്ചത്. എന്തായാലും RTOയും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ സംഭവ സ്ഥലത്തെത്തി വാഹനം പരിശോധിച്ചിട്ടുണ്ട്. വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. 2015 ഇറങ്ങിയ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനം ഉണ്ടായിരുന്നു എന്ന കാര്യം അറിയണം. ഈ വാഹനത്തിന്റെ പഴക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടോ? ഈ വാഹനത്തിലെ ഈ സ്കൂൾ അധികൃതരുടെ ഏതെങ്കിലും പിഴവ് ഈ അപകടത്തിന് കാരണമായിട്ടുണ്ടോ നവമി? ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ചയൊന്നും ഇല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 2015 പുറത്തിറങ്ങിയ രജിസ്റ്റർ ചെയ്ത വാഹനമാണ്. 9 വർഷവും 10 മാസവുമായിട്ടുണ്ട്
ഈ വാഹനം ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിനിടയ്ക്ക് തന്നെ ഈ കഴിഞ്ഞ ഈ വെക്കേഷൻ ടൈമിൽ ഈ വാഹനത്തിന് വേണ്ടിയിട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി പെയിന്റ് അടക്കം അടിച്ച് ഒപ്പം തന്നെ ഇതിന്റെ എഞ്ചിൻ ഫിറ്റ്നസ് 2025 വരെ ഈ വാഹനത്തിന് ഫിറ്റ്നസ് ഉണ്ട്. മറ്റൊരു കാര്യം, ഇതിന്റെ ബോഡി പെയിന്റ് അടിക്കുകയും ഇതിനുള്ള എഞ്ചിൻ അടക്കമുള്ള കാര്യങ്ങളും ബാക്കിയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഏറ്റവും പുതിയ മോഡൽ തന്നെയാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വാഹനത്തിന് ഈ ബസ്സിന് മറ്റ് പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നുന്നില്ല. ഫിറ്റ്നസ് തന്നെ പൂർണ്ണമായും 2025 വരെ ഫിറ്റ്നസ് ഉള്ള ഒരു വാഹനമാണ്. ഡ്രൈവർ അത് കൃത്യമായി തന്നെ നോക്കുകയും സ്കൂൾ അധികൃതരൊക്കെ വളരെ സുരക്ഷിതമായി തന്നെയാണ് ഈ ബസ്സിൽ നിരത്തിൽ ഇറക്കിയിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീ പടരാൻ കാരണമെന്ന് നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. ആർടിഒയും പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി ഈ വാഹനം പരിശോധിച്ചിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഈ തീപിടുത്തത്തിന് കാരണം എന്താണെന്ന് മനസ്സിലാകും. ഇനിയിപ്പോ ഏതെങ്കിലും തരത്തിൽ എഞ്ചിനിലെ ഒരു ഷോർട്ട് സർക്യൂട്ട് ആണോ ഇത്തരത്തിൽ തീപിടിക്കാൻ കാരണമെന്ന് നമുക്കറിയില്ല. അതും വിദഗ്ധർ തന്നെ പരിശോധിച്ച് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ഫിറ്റ്നസ് ഉള്ള വാഹനമാണ്. 9 വർഷവും 10 മാസവുമായി ഇത് രജിസ്റ്റർ ചെയ്തിട്ട് ഈ കാലയളവിൽ, അതായത് ഈ സ്കൂള് തുറക്കുന്ന സമയത്തിന് മുന്നോടിയായി ഈ വാഹനത്തിന് വേണ്ടിയിട്ടുള്ള ഫിറ്റ്നസും ഒപ്പം ബാക്കിയുള്ള പെയിന്റ് അടിക്കലും അല്ലെങ്കിൽ മറ്റ് എഞ്ചിൻ പണികളെല്ലാം ഇറക്കി പൂർണ്ണ ഒരു തകരാറുമില്ലാത്തൊരു വാഹനമായിട്ട് തന്നെയാണ് ഈ ബസ്സിനെ നിരത്തിൽ ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഒരു കാരണമാണ് ഇനി അറിയേണ്ടത്. എഞ്ചിനിൽ വന്നൊരു ഷോർട്ട് സർക്യൂട്ട് ആകുമോ ഇത്ര വലിയൊരു തീപിടുത്തത്തിന് കാരണമെന്നാണ് ഇനി അറിയേണ്ടത്. കുട്ടികളില്ലാതിരുന്നതും ഈ ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടലും കൊണ്ട് മാത്രമാണ് കേട്ടോ വലിയൊരു ദുരന്തം ഒഴിവായത്. നാം സാധാരണ ഈ സ്കൂള് തുറക്കുന്നതിന് മുൻപ് തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ കൃത്യമായ പരിശോധനകൾ സ്കൂൾ ബസ്സുകളിലും മറ്റുമൊക്കെ നടക്കാറുണ്ട്. ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ നടപടിയൊക്കെ സ്വീകരിക്കാറുണ്ട്. ഈ സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഇനി പരിശോധന കൂടുതൽ ശക്തമാക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ സമീപ കാലത്ത് കൊച്ചി നഗരത്തിൽ തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ നോർത്ത് പാലത്തിന് സമീപത്ത് വെച്ച് ഒരു കാറ് അഗ്നിക്കിരയായത്. അതും ഭാഗ്യം കൊണ്ടാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. കണ്ണൂരിൽ ഏതാനും നാളുകൾക്ക് മുൻപ് ഇതുപോലുള്ള വൻ ദുരന്തമുണ്ടായ സംഭവങ്ങളൊക്കെ അടിക്കടി ഉണ്ടാകുമ്പോഴും എന്തുകൊണ്ടാണ് ഈ വാഹനത്തിന് ഇതുപോലുള്ള തീപിടുത്തം ഉണ്ടാകുന്നത് എന്ന കാര്യം പരിശോധിക്കാൻ കൃത്യമായും ഇടപെടലുകൾ ഉണ്ടാകാറില്ല. ഈ വിഷയത്തിൽ ഇനി ഒരു സ്കൂൾ ബസ്സുകൾ കേന്ദ്രീകരിച്ച് ഒരു പരിശോധന കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ടോ? നമുക്കറിയാം, ഒരു വർഷം മുൻപാണ് ഒരു കാറിൽ ഒരു പൂർണ്ണ ഗർഭിണിയും കുടുംബവും ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിൽ ആ കാറിൽ തീപിടിച്ച് ഗർഭിണിയും ഭർത്താവും അടക്കം മരിച്ചു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം എറണാകുളത്ത് തന്നെ പലയിടങ്ങളിലായി ഇത്തരത്തിൽ കാറുകൾക്ക് തീപിടിക്കുകയും വളരെ അതായത് എന്താ പറയാ, ഈ ഡ്രൈവർ വേഗം ഇറങ്ങിയത് കൊണ്ട് മാത്രം തലനാടിരയ്ക്ക് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ട പല സംഭവങ്ങളുമുണ്ട്. ഈ തേവര പാലത്തിൽ തന്നെ കഴിഞ്ഞ മാസം ഈ പാലത്തിന്റെ മധ്യത്ത് വെച്ച് ഇത്തരത്തിലൊരു കാറ് തീക്ക് ഇരയാകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്? ഈ ഫിറ്റ്നസ് അല്ലെങ്കിൽ വാഹനത്തിന്റെ പേപ്പറും അല്ലെങ്കിൽ അതിന്റേതായിട്ടുള്ള സർവീസുകളെല്ലാം കഴിഞ്ഞുവെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ തീ പിടിക്കുന്നത് എന്നുള്ളത് വളരെ ഗൌരവമായി കാണേണ്ടതാണ്, അല്ലെങ്കിൽ പരിശോധിക്കേണ്ടതാണ്. മോട്ടോർ വാഹന വകുപ്പ് ഈ പരിശോധനകളും അല്ലെങ്കിൽ അതിന്റെ ഫിറ്റ്നസും ബാക്കി ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമായി പരിശോധിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. പലപ്പോഴും ഇത്തരത്തിൽ വാഹനങ്ങൾക്ക് തീപിടിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ ബസ്സുകളോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകളോ ഒക്കെ തീപിടിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ കേൾക്കുന്നത് ആ വാഹനത്തിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പരിശോധന ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ അത് വ്യത്യസ്തമാണ്. എന്തായാലും ഈ വാഹനത്തിന് ഫിറ്റ്നസ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വാഹനങ്ങൾക്ക് തീപിടിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഷോർട്ട് സർക്യൂട്ട് ആണോ അല്ലെങ്കിൽ എഞ്ചിനിലെ ഏതെങ്കിലും തരത്തിലുള്ളൊരു കംപ്ലൈന്റ് ആണോ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം എന്നുള്ളത് വിശദമായി പഠിക്കേണ്ടതാണ്. അതിനുവേണ്ടി മോട്ടോർ വാഹന വകുപ്പ് കർശനമായിട്ടുള്ള ഒരു പരിശോധന നടത്തണം. ഒപ്പം ഈ സർവീസ് സെന്ററുകൾക്ക് പോലും അവർക്ക് കൃത്യമായ ഒരു ബോധവൽക്കരണം നടത്തണം. ഈ എത്ര സുരക്ഷിതമായിട്ട് വേണം നമ്മുടെ ജീവനൊന്നും ആപത്ത് കൂടാതെ ഒരു വാഹനം റോഡിലേക്ക് ഇറക്കുക എന്നുള്ളത് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ, അതായത് സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പൊക്കെ ഇതിലൊരു കർശനമായിട്ടുള്ള ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു പരിശോധന കൊണ്ടുവരേണ്ടത് ഏറ്റവും അത്യാവശ്യം തന്നെയാണ്. ഈ ഫിറ്റ്നസ് പലപ്പോഴും ഈ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ലാത്തതായിരിക്കും
കൃത്യമായ പരിശോധനകളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ തീ പിടിക്കുന്നതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം. പക്ഷെ അല്ലെങ്കിൽ പോലും ഫിറ്റ്നസുകൾ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് വാഹനങ്ങൾ ഇങ്ങനെ കത്താൻ കാരണമെന്നുള്ളത് വിശദമായി പഠിക്കുക തന്നെ വേണം കേട്ടോ. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം കുണ്ടന്നൂരിലാണ് രാവിലെ സ്കൂൾ ബസ്സിന് തീപിടിച്ചത്. കുട്ടികൾ ആ വാഹനത്തിൽ ഇല്ലായിരുന്നതുകൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത്. പക്ഷേ വാഹനത്തിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായത്? പലപ്പോഴും നിരവധി വാഹനങ്ങൾക്ക്, കാറുകൾക്കടക്കം തീപിടിക്കുന്ന വാർത്ത, ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾക്ക് തീപിടിക്കുന്ന വാർത്ത, നവമി സൂചിപ്പിച്ചതുപോലെ ഒരു ഗർഭിണിയും ഉൾപ്പെടെ മരിച്ച ദാരുണമായ സംഭവങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ വാഹനങ്ങളുടെ ഈ പ്രവർത്തനക്ഷമത സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ പരിശോധനകൾ വേണ്ടതാണ്. ഈ വാഹന കമ്പനികളൊക്കെ ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ഇതുപോലുള്ള തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നുവെന്ന് പരിശോധിച്ച് അതിനുവേണ്ട പരിഹാരം കണ്ടെത്തേണ്ടതുമാണ്. സ്പോട്ട് ലൈവിന് പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് സ്വദേശിയായ യുവ സംരംഭകന് 4,80,00,000 രൂപ നഷ്ടമായ ഓഹരി വിപണി തട്ടിപ്പിൽ പുറത്തുവരുന്നത് തട്ടിപ്പുകാരുടെ വിപുലമായ പ്രവർത്തന രീതിയുടെ വിവരങ്ങൾ. കെണിയിൽ വീഴുന്നവരെ കബളിപ്പിക്കാനായി ട്രേഡിംഗ് ആപ്പ് തന്നെ വ്യാജമായി നിർമ്മിച്ചാണ് പ്രവർത്തനം. യുവ സംരംഭകന് ഈ 4 കോടിയിലധികം രൂപ നഷ്ടമായ സംഭവത്തിൽ ഓഹരി ട്രേഡ് തട്ടിപ്പുകാർക്ക് പിന്നിൽ വിപുലമായ ആസൂത്രണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വൻ ലാഭം പ്രതീക്ഷിച്ച് പണം നിക്ഷേപിക്കുന്നവർക്ക് എല്ലാം നഷ്ടമാവുന്ന അവസ്ഥയും ഉണ്ടാവുന്നുണ്ടെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. സംസ്ഥാനത്ത് ഇപ്പോൾ ഈ രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ, സൈബർ തട്ടിപ്പുകൾ വ്യാപകമാവുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ കേരളത്തിലെ വിവിധ ജില്ലകളിലായി റിപ്പോർട്ട് ചെയ്ത 100 കോടി രൂപയിലധികം വരുന്ന തട്ടിപ്പുകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിവരം എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നതെന്നാണ്. എറണാകുളം സിറ്റിയിലും റൂറൽ പരിധിയിലും മാത്രമായി ഏകദേശം 50 കോടി രൂപയിലധികം തട്ടിപ്പാണ് കഴിഞ്ഞ 6 മാസത്തിനിടെ നടന്നത്. കോഴിക്കോട് സിറ്റി പരിധിയിൽ മാത്രം 15 കോടി രൂപയുടെ തട്ടിപ്പ്. കണ്ണൂർ ജില്ലയുടെ പരിധിയിൽ 13 കോടി രൂപയുടെ തട്ടിപ്പ്. കൊല്ലം ജില്ലയിൽ 25 കോടി രൂപയിലധികം തട്ടിപ്പാണ് ഈ സൈബർ തട്ടിപ്പിലൂടെ ഈ സംഘങ്ങൾ തട്ടിയെടുത്തത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം വടക്കേന്ത്യൻ കേന്ദ്രീകരിച്ചുള്ള സംഘവും രാജ്യാന്തര സൈബർ തട്ടിപ്പ് സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും ഈ രീതിയിലുള്ള ഓഹരി വിപണി തട്ടിപ്പാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പല ആളുകൾക്കും പണം നഷ്ടമാകുന്നത്. കോഴിക്കോട് സ്വദേശിയായ യുവ സംരംഭകന് 4 കോടി രൂപയിലധികം രൂപ നഷ്ടമായെങ്കിൽ ആലപ്പുഴയിൽ ഒരു ഡോക്ടർക്ക് 70 ലക്ഷം രൂപയിലധികമാണ് നഷ്ടപ്പെട്ടത്. പലപ്പോഴും എന്തുകൊണ്ടാണ് ഇതുപോലുള്ള കെണിയിൽ ഇതുപോലുള്ള വാർത്തകൾ അടിക്കടി വരുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമായി നടക്കുന്നത് എന്ന കാര്യം, അല്ലെങ്കിൽ ഇത്തരം കെണിയിൽ സാധാരണക്കാരായ ജനങ്ങൾ വീഴുന്നു എന്നുള്ളത് ഏറെ പരിശോധിക്കേണ്ട വിഷയമാണ്. എന്തായാലും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതുപോലുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ സാധാരണക്കാരായ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറും മുന്നറിയിപ്പ് നൽകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പിന്നെ ഈ വേവ് സൈറ്റ്, സിമിലറായിട്ട് വേവ് സൈറ്റ് ആണ് ആൾക്കാർ ഇങ്ങനെ വിശ്വസിച്ച് പോകും. എങ്ങനെയാണോ പൈസ കൊടുത്തത്, പിന്നാണോ മനസ്സിലായത് ഇതൊരു എല്ലാ പൈസ IPO അലോട്ടായ ശേഷം പൈസ കിട്ടില്ല. അത് പിന്നാണോ മനസ്സിലായത് ഫ്രോഡാണോ. അപ്പോൾ നമ്മുടെ ഈ IPO സാധാരണ ഒരു കാര്യം മാത്രമേ ഈ ഷെയർ ട്രേഡിങ്ങിലെ മറ്റു ആൾക്കാർക്ക് നമ്മുടെ ഒരു ഓത്തറൈസ്ഡ് ആൾക്കാർ വേണമെങ്കിൽ നമ്മുടെ സെബിയിൽ, നമ്മുടെ NSEയിലെ സെബിയിൽ അവിടെ വെബ്സൈറ്റിൽ പോയിട്ട് തന്നെ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത ശേഷം ഉറപ്പുപെടുത്തിയ ശേഷം മാത്രം നമ്മുടെ ഒരു ഹാർഡ് ഏൺ മണി കൊടുക്കണം.
MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, ഇത് ചെറിയൊരു തട്ടിപ്പല്ല നടന്നത്. ഒരു യുവ സംരംഭകന്, കോഴിക്കോട് സ്വദേശിക്ക് 5 കോടിയോളം അടുത്ത് രൂപ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ഇതെങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ രീതി എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? പോലീസ് ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? പ്രതികളെക്കുറിച്ച്, തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ അനീഷ്? ഇത്തരം ഒരു തട്ടിപ്പിന് തുടക്കം കുറിച്ചത് ആദ്യം ഈ സമൂഹ മാധ്യമത്തിൽ ഈ കോഴിക്കോട് സ്വദേശിയായ ആ സംരംഭകന്, വ്യവസായിക്ക് ഒരു ലിങ്ക് ലഭിച്ചു. ഈ ഓൺലൈൻ ട്രേഡിംഗ് രംഗത്തെ അല്ലെങ്കിൽ ഷെയർ ട്രേഡ് രംഗത്തെ ആ വിശദമായ വിവരങ്ങൾക്കായി അല്ലെങ്കിൽ ഉപദേശങ്ങൾക്കായി, വിദഗ്ധ ഉപദേശങ്ങൾക്കായി ഈ താഴെ പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ഒരു ഗ്രൂപ്പിൽ, ഒരു ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പുകളിലായി അദ്ദേഹത്തെ ആഡ് ചെയ്യുകയുമായിരുന്നു. അദ്ദേഹത്തെ ഈ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിന് കൃത്യമായി ഈ ഓഹരി വിപണിയിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഓരോ മണിക്കൂറിലും ഇടപെട്ടൊക്കെ കൃത്യമായി ലഭിക്കുന്നുണ്ട്. ഏത് ഓഹരിയാണ് ഉയർന്നു നിൽക്കുന്നത്, ഏത് ഓഹരിയാണ് താഴ്ന്നു നിൽക്കുന്നത്, ഏത് ഓഹരിയിൽ നിക്ഷേപിച്ചാൽ ആ പണം ലഭിക്കും, അങ്ങനെ വളരെ വിദഗ്ധമായി, അതായത് മറ്റ് ഓൺലൈൻ സൈറ്റുകളിലും മറ്റ് ഈ ഓൺലൈൻ വെബ്സൈറ്റുകളിലും ഒക്കെ നോക്കുമ്പോൾ അതേ വിവരങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ അത്രയും കൃത്യമായ വിവരങ്ങളാണ് ഇതിനകത്ത് വരുന്നതെന്ന് അദ്ദേഹം മനസ്സിലാവുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിനൊരു അഡ്വൈസർ എന്ന രീതിയിൽ ഈ ടെലിഗ്രാം ലിങ്കിൽ നിന്നും അല്ലെങ്കിൽ ഈ വാട്സാപ്പ് ലിങ്കിൽ നിന്നും ഈ വിവരങ്ങൾ നൽകുന്ന ഈ പാനലിലുള്ള, അതിൻ്റെ അഡ്മിൻ പാനലിലുള്ള ഒരാൾ, ഒരു കൺസൾട്ടൻ്റ് എന്ന രീതിയിൽ ഇദ്ദേഹത്തെ ബന്ധപ്പെടുകയായിരുന്നു. അതിനുശേഷം ബന്ധപ്പെട്ട് അപ്പോഴേക്കും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. കാരണം അദ്ദേഹം ഈ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവുകയും ഓഹരി വിപണിയെക്കുറിച്ചുള്ള കൃത്യമായൊരു അറിവൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ടിപ്പുകൾ, വിദഗ്ധ ഉപദേശങ്ങൾ എന്നിവയൊക്കെ നൽകുകയും ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ കൺസൾട്ടൻ്റ് വിളിക്കുകയും ഒരു ആപ്പിൻ്റെ ലിങ്ക് അയക്കാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായി തന്നെ ഈ ഗ്രൂപ്പിൽ സജീവമായി നിൽക്കുന്ന ഒരാളെന്ന നിലയിലും കിട്ടുന്ന വിവരങ്ങളൊക്കെ മറ്റു പുറത്തു വരുന്ന വിവരങ്ങളുമായി യോജിക്കുന്ന ആളെന്ന നിലയിലും ഒരു വിശ്വാസ്യത ഇതിൽ ഉടലെടുക്കുകയാണ്. പിന്നീട് ഈ ആപ്പിൽ ഇദ്ദേഹം ലോഗിൻ ചെയ്ത് കയറിയപ്പോൾ അവിടെയും ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നു, ടിപ്പുകൾ നൽകുന്നു ഒക്കെ ഉണ്ട്. പിന്നീടാണ് അദ്ദേഹം പണം നിക്ഷേപിക്കാനായി തുടങ്ങിയത്. ആദ്യം പണം നിക്ഷേപിക്കുമ്പോൾ വലിയ തോതിൽ ഉള്ള പ്രതിഫലമാണ് അല്ലെങ്കിൽ ലാഭമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇപ്പോൾ 1000 രൂപ ഇട്ടാൽ 2000 രൂപ ലഭിക്കുന്ന രീതിയിലുള്ള, അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ പണം പെരുകുന്ന രീതിയിലേക്കുള്ളൊരു ഒരു പ്രഭാവം. അതായത് ചെറിയ ഓഹരി സൈറ്റുകളിൽ നിക്ഷേപിച്ചാലും അല്ലെങ്കിൽ മറ്റ് ഈ സ്ഥാപനം നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഈ ആപ്പ് വഴി നിർദ്ദേശിക്കുന്ന ഓഹരികളിൽ നിക്ഷേപിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ലാഭശതമാനം കുത്തനെ ഉയരുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങളോളം ഇത്തരത്തിൽ ഈ ചെറിയ ലാഭത്തിനുള്ള ട്രേഡ് ഈ സംരംഭകൻ, ഈ വ്യാപാരി ചെയ്യുകയായിരുന്നു. ഇതിനുശേഷമാണ് വലിയ തുകയിലേക്കുള്ള നിക്ഷേപത്തിനുള്ള റിക്വസ്റ്റുകൾ വന്നു തുടങ്ങിയത്. അപ്പോഴേക്കും ഇദ്ദേഹത്തിന് ഏതാണ്ട് പൂർണ്ണ വിശ്വാസം ഈ ആപ്പിൽ വന്നു കഴിഞ്ഞു. കാര്യമായൊരു വരുമാനം ഈ ആപ്പ് വഴി ലഭിക്കുന്നുണ്ടെന്നൊരു തോന്നലും വരുന്നു. അതിനുശേഷമാണ് വലിയ തുക നിക്ഷേപിക്കുന്നത്. ഈ വലിയ തുക നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെയും ഇരട്ടി വരുമാനമാണ്. ഇപ്പോൾ 1000 രൂപ ഇടുമ്പോൾ 2000 രൂപ കിട്ടുന്നതും 5 ലക്ഷം രൂപ ഇടുമ്പോൾ 10 ലക്ഷം രൂപ കിട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം 5 ലക്ഷം രൂപ ഇടുന്ന ആൾക്ക് 5 ലക്ഷം രൂപ തന്നെയാണ് മടക്കി ലഭിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ വലിയ വരുമാനം വാഗ്ദാനം ചെയ്തു. ഒപ്പം ഡാഷ്ബോർഡ്, ഈ ആപ്പിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഡാഷ്ബോർഡും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം സമാന്തരമായി വാട്സാപ്പിൽ കൂടെ അദ്ദേഹത്തിന് മെസ്സേജുകൾ വരികയും ചെയ്യും. അപ്പം ഈ വലിയ തുക നിക്ഷേപിക്കുമ്പോൾ ഡാഷ്ബോർഡിൽ വലിയ ലാഭം കിട്ടിയതായി കാണിക്കുകയും ചെയ്യും. പക്ഷേ ഈ പണം പിൻവലിക്കാനുള്ള ഓപ്ഷൻ നോക്കുമ്പോൾ അത് ബ്ലോക്കാണ്. അതായത് ഒരു നിശ്ചിത എമൗണ്ട്, ഒരു ക്രോസ് ഓവർ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൽ എത്തുമ്പോഴത്തേക്കോ ഈ പണം പിൻവലിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു നിർദ്ദേശമാണ് ലഭിക്കുന്നത്. താങ്കൾ വീണ്ടും നിക്ഷേപിക്കൂ, താങ്കളുടെ തുക ഡാഷ്ബോർഡിൽ കൃത്യമായി ഉണ്ട് എന്ന് കാണിക്കുകയും ഡാഷ്ബോർഡിൽ ആ പണം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം വീണ്ടും തുക വർദ്ധിച്ചു വരുമ്പോൾ, കോടികളിലേക്ക് ഈ തുക എത്തിയപ്പോൾ വീണ്ടും പണം പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ വാട്സാപ്പ് വഴി വീണ്ടും മെസ്സേജ് ലഭിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു നികുതി കുടിശ്ശികയുണ്ട്, അല്ലെങ്കിൽ നികുതി അടയ്ക്കണം, വലിയൊരു നികുതി അടച്ചാൽ മാത്രമേ ഇത്രയധികം പണം പിൻവലിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മെസ്സേജ് വന്ന് അദ്ദേഹം നികുതി അടയ്ക്കുകയും ചെയ്യുന്നു. ഇത്രയും എത്തിയപ്പോഴേക്കും ആണ് ഈ പണം അടച്ചു കഴിഞ്ഞ് വീണ്ടും യാതൊരു അനക്കവുമില്ല. ഡാഷ്ബോർഡ് അതുപോലെ നിൽക്കുന്നു, പണം പിൻവലിക്കാൻ പറ്റുന്നില്ല. യാതൊരു തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് ഈ ട്രേഡിംഗ്
ട്രേഡിംഗ് ആപ്പ് കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുകയും ചെയ്യാത്തൊരു സാഹചര്യം. ഇതേ തുടർന്നാണ് ഈ സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സൈറ്റായ 1930 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് അദ്ദേഹം വിളിക്കുകയും ആ പരാതി രജിസ്റ്റർ ചെയ്യുക. അപ്പോഴാണ് അദ്ദേഹത്തിന് ഇതൊരു വലിയ തട്ടിപ്പാണ് എന്നും മനസ്സിലായത്. സമാനമായ രീതിയിൽ തന്നെയുള്ള വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ വഴി നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ പണം നഷ്ടമായിട്ടുണ്ട് എന്നും വ്യക്തമാവുന്നത്. തുടർന്ന് സൈബർ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്, കോഴിക്കോട് ജില്ലയിൽ മാത്രം കഴിഞ്ഞ 6 മാസത്തിനിടെ ഈ സൈബർ തട്ടിപ്പ് സംഘങ്ങൾ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും തട്ടിയെടുത്ത തുകയുമായി ബന്ധപ്പെട്ട കണക്കുകൾ, അതായത് 15 കോടി രൂപയോളം തട്ടിയെടുത്തു. പക്ഷെ അതിൽ 5% തുക മാത്രമാണ് തിരികെ വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. നിസ്സാര കേസുകളിൽ മാത്രമാണ് പോലീസിന് പ്രതികളിലേക്ക് എത്താനും കഴിയുന്നത്. ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുമ്പോൾ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിനപ്പുറം നമ്മുടെ ഈ സൈബർ പോലീസിനൊന്നും ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഒരു ശക്തമായ നടപടി സ്വീകരിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഇത്തരം സാങ്കേതിക വിദ്യകളൊക്കെ വികസിക്കുമ്പോഴും ഈ പ്രതികളെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്? അനീഷ്, ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. കാരണം ഈ കോഴിക്കോട് സ്വദേശിയായ വ്യവസായി അല്ലെങ്കിൽ സംരംഭകൻ പണം നിക്ഷേപിച്ച ആപ്പ് തന്നെ വിപണിയിൽ ഏറ്റവും മൂല്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം ഷെയ്ഡ് ട്രേഡിംഗ് രംഗത്ത് പ്രശസ്തമായ ഒരു ആപ്പിൻ്റെ വ്യാജ ആപ്പായിരുന്നു. ഈ യഥാർത്ഥ ആപ്പുമായി നേരിയ വ്യത്യാസം, അതിൽ എന്തെങ്കിലും ഒരു അക്ഷരമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചിഹ്നങ്ങളോ ഒക്കെ മാത്രമാണ് ബാക്കി വരുന്നത്. അതായത് സാധാരണക്കാരന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത വ്യാജ ആപ്പാണ്. ഈ ആപ്പിനകത്തെ ഉള്ളടക്കവും മറ്റുമൊക്കെ യഥാർത്ഥ ആപ്പിനോട് തുല്യമായി തന്നെ നിൽക്കുന്നതാണ്. ആദ്യം കൃത്യമായ ഒരേ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ പരക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം അല്ല ആദ്യ ഘട്ടത്തിൽ ഉണ്ടാവുക. തട്ടിപ്പിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് അവർ അവരുടെ തനി സ്വരൂപം കാണിക്കുന്നത്. അതുകൊണ്ട് പാവപ്പെട്ടവന് അല്ലെങ്കിൽ സാധാരണക്കാരനായ വലിയ സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്ത ഒരാൾക്ക്, ഈ അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 4.8 കോടി രൂപ നഷ്ടപ്പെടുത്തിയ ആൾ വലിയ വ്യവസായിയാണ്, യുവ സംരംഭകനാണ്. അദ്ദേഹത്തിന് പോലും ഇത്തരത്തിൽ പിശകുകൾ പറ്റിയെന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെ ഈ ആപ്പുകൾ വഴി അകത്തേക്ക് പോയി പണം നിക്ഷേപിക്കാൻ കഴിയുകയോ പിൻവലിക്കാൻ കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ പോലീസ് ആവർത്തിച്ച് പറയുന്നുണ്ട്, പലപ്പോഴും ഇത്തരം തട്ടിപ്പുകളിൽ പെട്ടുകഴിഞ്ഞാൽ ഊരിപ്പോരുക ബുദ്ധിമുട്ടാണ്. കാരണം ഈ സംരംഭകന് പണം നഷ്ടമായത് 24 അക്കൗണ്ടുകൾ വഴിയാണ്. അതായത് ഒരേ അക്കൗണ്ടുകളിലേക്കല്ല പലപ്പോഴും പണം വിടുന്നത്. ഈ ഡാഷ്ബോർഡിൽ ഇടുന്ന പണം പല അക്കൗണ്ടുകളിലേക്ക് വഴിതിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ 24 അക്കൗണ്ടുകളും പോലീസ് പരിശോധിച്ച് ചെല്ലുമ്പോൾ പലപ്പോഴും ജാർഖണ്ഡിലെയും മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും ഒക്കെ ഏതെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലെ അക്ഷരാഭ്യാസമില്ലാത്ത കൂലിപ്പണിക്കാരനായ കർഷക തൊഴിലാളിയായ അല്ലെങ്കിൽ വയോധികയായ ഏതെങ്കിലും വീട്ടമ്മയുടെയും മറ്റുമൊക്കെ അഡ്രസ്സിലേക്കാവും ഈ അക്കൗണ്ട് ചെല്ലുക. ഒപ്പം ഈ മൊബൈൽ നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാലും ഇത് യഥാർത്ഥ മൊബൈൽ നമ്പറുകളാവില്ല. കേവലം ഈ ഒരു ഇടപാടുകൾക്ക് വേണ്ടി മാത്രം തരപ്പെടുത്തിയ 24 ബാങ്ക് അക്കൗണ്ടുകളും ഈ ഒരു ഇടപാടിന് വേണ്ടി മാത്രം ക്രമീകരിച്ച ഒരു സിം കാർഡ് അക്കൗണ്ടുമാവും. ഈ അക്കൗണ്ടുകൾ രണ്ടും, ഈ പണം വന്ന അക്കൗണ്ടുകളും ഈ മൊബൈൽ നമ്പറിൽ ഉണ്ടായിരുന്ന അക്കൗണ്ടും പാടെ ഉപേക്ഷിച്ചാൽ പിന്നെ ആ പ്രതികളിലേക്ക് പോകാൻ യാതൊരു വഴിയുമില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുതന്നെയാണ് പോലീസിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും. കാരണം സൈബർ കേസുകൾ വല്ലാതെ പെരുകുമ്പോഴും കസ്റ്റഡിയിലെടുക്കുന്ന അല്ലെങ്കിൽ പിടികൂടാൻ കഴിയുന്ന പ്രതികളുടെ എണ്ണം വിരലിലെണ്ണാവുന്നത് മാത്രമാണെന്ന് കഴിഞ്ഞ ദിവസം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്തു. അത് കാരണം ഇത് തന്നെയാണ്. കാരണം മറഞ്ഞിരുന്നാണ് ഈ കൃത്യം ഈ പ്രതികൾ ചെയ്യുന്നത്. വ്യാജ അക്കൗണ്ടുകൾ വഴിയാണ്, വ്യാജ സിം കാർഡുകൾ വഴിയാണ് ഈ കൃത്യം ചെയ്യുന്നത്. അതുകൊണ്ട് തട്ടിപ്പിന് ഇരയാവാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. ഒപ്പം മറ്റൊരു കൃത്യമായ നിർദ്ദേശം അധികൃതർ നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഇരയായി എന്ന് മനസ്സിലാക്കിയാൽ താമസം വിന, അതായത് 1 മിനിറ്റ് പോലും വൈകാതെ 1930 എന്ന നമ്പറിലേക്ക് വിളിച്ച് ഈ തട്ടിപ്പ് റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ ഇത് രേഖപ്പെടുത്തുക എന്നാണ്. കാരണം ഈ ആദ്യ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിലൊക്കെ ആണെങ്കിൽ ഈ പണം വീണ്ടെടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പണം എവിടെയും നഷ്ടപ്പെട്ടു പോകാതെ തിരിച്ചു പിടിക്കാനുള്ള സംവിധാനവും ഇപ്പോഴത്തെ കാലത്തുണ്ട്. അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയായി എന്ന് കരുതിയാൽ കൂടുതൽ പരിഭ്രാന്തരായി മറ്റു പല വഴികളിലേക്കും തിരിയാതെ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം കാണിച്ചു കൂട്ടാതെ വളരെ പെട്ടെന്ന് ഇത്തരം സർക്കാർ നമ്പറുകളിലേക്ക് ഡയൽ ചെയ്ത് ആ പണം തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കം നടത്തുക, കൃത്യമായി ഉദ്യോഗസ്ഥരെ അറിയിക്കുക എന്നതാണ്. ഒപ്പം ഈ ഓൺലൈൻ ട്രേഡിംഗ് രംഗത്ത് അല്ലെങ്കിൽ അതുതന്നെയാണ് പോലീസ് നൽകുന്ന നിർദ്ദേശവും അതുതന്നെയാണ്. ഇതുപോലുള്ള സൈബർ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അല്ലെങ്കിൽ തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന നമ്പറിൽ വിവരം അറിയിക്കണം. അതല്ലാതെ പലരും, നമുക്കറിയാം, ഈ കൊച്ചി കടമക്കുടിയിലെ
ഈ ലോൺ ആപ്പിൽ ചതിയിൽപ്പെട്ട് പണം നഷ്ടപ്പെട്ട പിന്നീട് ഭീഷണിയൊക്കെ ഉണ്ടായ ഒരു കുടുംബം, ഒരു യുവതിയും കുടുംബവും ജീവനൊടുക്കിയ സംഭവമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതുപോലുള്ള സംഭവം ചതിക്കിരയായാൽ, സൈബർ തട്ടിപ്പിനിരയായാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പോലീസിന് വിവരമറിയിക്കുക, ഉടനടി തന്നെ നിയമസഹായം നേടുക. പണം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് പോലീസും പങ്കുവയ്ക്കുന്നത്.